ഹലോ. അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മളുടെ അമ്മമാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും എത്രയൊക്കെ ക്ഷമിച്ചിട്ടായിരിക്കുമല്ലേ നമ്മളെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. അതൊക്കെ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു അമ്മയാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിൽ കൂടിയാണ് കേട്ടോ ഞാനും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, ഞാൻ എൻ്റെ കുട്ടൻ ഞാൻ എഴുന്നേറ്റ് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊരു പതിവാണ് കേട്ടോ. അവനെ നമ്മൾ ഇത്ര നേരം മടിയിലിരിക്കണം. അതല്ലെങ്കിൽ ആൾ ഭയങ്കര എതക്കേടായിട്ടായിരിക്കും എഴുന്നേക്കുക. ഇപ്പം കണ്ട നല്ല ആക്റ്റീവായിട്ടാണ് ആളിരിക്കുന്നത്. ആൾ കുറച്ച് നേരം നമ്മളുടെ മടിയിലിരുന്ന് എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും. രാവിലെ എൻ്റെ കിച്ചൻ്റെ പടുതയുണ്ടോ എല്ലാം ഇതുപോലെ കിടക്കുകയാണ്, നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കാരണം ഞാൻ കിടന്നു. ഒന്നും വൃത്തിയാക്കാനോ കഴുകാനോ ഒന്നും നിന്നില്ല. എനിക്കെന്തെങ്കിലും വയ്യാഴിയോ ക്ഷീണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയാണ് കേട്ടോ, അടുക്കളയൊക്കെ നാശമായി കിടക്കും. ഇനി രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് എൻ്റെ ചില പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചായ ഇടാൻ കേട്ടോ. ഏട്ടൻ പുറത്തുണ്ട്. അപ്പോൾ ഏട്ടനെ ബ്രഷൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ചായ കൊടുക്കണം. അപ്പം എനിക്കും ഭയങ്കരമായിട്ട് തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ഇച്ചിരി ചായ കുടിക്കാമെന്ന്. ചായ എന്ന് വെച്ചാൽ ഞങ്ങൾ പാൽ ചായ അല്ല കേട്ടോ, ഞങ്ങൾ സാധാരണ കട്ടനാണ് കുടിക്കാറുള്ളത്. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം, എൻ്റെ മോനും അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്നാലും ഇടയ്ക്കൊക്കെ അവൻ പാൽ ചായ വേണമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പാലൊഴിച്ച് ചായ ഇട്ട് കൊടുക്കാറുണ്ട്. അവന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പാലിനടുത്ത് ചായ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇനി രാവിലെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു അംഗമാണ് കേട്ടോ. രാത്രിയിൽ കഴുകാത്തത് കൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം കഴുകണം. പിന്നെ കുട്ടിക്ക് ദോശ ഉണ്ടാക്കണം, അവന് കൊടുക്കണം. അതൊക്കെ ഒരു ഭയങ്കര പണിയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ അമ്മമാരെ ബഹുമാനിക്കാൻ തോന്നുന്നത്. എല്ലാ പെൺപിള്ളേർക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കാരണം നമ്മളിപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ മോൻ ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ. മോളെ കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ മോനെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഇത്രയും ക്ഷമ പഠിച്ചത്, അത്രയും ഞാൻ ക്ഷമിക്കാൻ പഠിച്ചത്. കാരണം അവൻ കുറച്ചധികം കുറുമ്പ് ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. രാവിലെ തന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മളുടെ ഫ്രിഡ്ജിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിരുന്ന കരിക്കാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നേക്കോ, വെറും വയറ്റിൽ അത് തന്നെ കുടിക്കണമെന്നും പറഞ്ഞിട്ട് രാവിലെ നല്ല തണുപ്പുള്ള കരിക്ക് വെള്ളമാണ് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ദോശയൊക്കെ ചൂടാൻ ഭാവിച്ചു. ദോശയും നമ്മുടെ ചമ്മന്തി ആണെങ്കിൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ നിന്ന് ചമ്മന്തി അല്ലായിരുന്നു കേട്ടോ, നമ്മുടെ മുട്ടക്കറിയായിരുന്നു. മുട്ട പൊട്ടിച്ചൊഴിച്ച് കറി വെക്കില്ലേ, മുട്ടക്കറി, അതേപോലുള്ള കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടനെ കൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എടുപ്പിക്കുന്നത്. അപ്പുറത്തെ റൂമിലിരിക്കുകയായിരിക്കും നമ്മളുടെ ലഞ്ച് ബാഗൊക്കെ. കുട്ടനെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ സ്നാക്സും വെള്ളവും ഒക്കെ മാത്രമാണ് വെക്കുന്നത്. സ്കൂളിൽ നിന്നുള്ള ചോറാണ് കേട്ടോ അവൻ തിന്നാറുള്ളത്. അപ്പോൾ അവിടുന്ന് കുട്ടിക്ക് എല്ലാ ദിവസവും ചോറുണ്ടാവും. അവർ ചോറും പലതരം കറികളും മുട്ടയും പാലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ സ്കൂളിൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവന് സ്നാക്സും വെള്ളവും, സ്നാക്സിൻ്റെ ബോക്സിൽ അവർ 10 മണിയൊക്കെ ആകുമ്പോഴാണ് സ്നാക്സൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ബോക്സിൽ ചില ദിവസം ഞാൻ ദോശ വെച്ച് കൊടുത്തു വിടും. ചില ദിവസം നമ്മളുടെ കുക്കുംബറും ക്യാരറ്റ് അങ്ങനെയൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു വിടും. അതല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. അങ്ങനെ പല വിധത്തിലാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടനെ കുളിപ്പിക്കണം. ആദ്യം കുറച്ച് നാളൊക്കെ ഞാൻ ഇതുവരെയും എന്താ പറയുക, ആദ്യമേ കഴിച്ച് അവൻ പിന്നെ കുറച്ച് നേരം കിടന്ന് കളിച്ച് എന്നിട്ടൊക്കെ പോയി കുളിച്ച് വന്നിട്ടൊക്കെ ആയിരുന്നു റെഡി ആവുന്നത്. അതുപോലെ പക്ഷേങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ആദ്യമേ നേരത്തെ കുളിപ്പിക്കും. നേരത്തെ കുളിക്കുന്ന കാരണം നമ്മൾ വെള്ളം ചൂടാക്കിയാണ് കുളിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ച് തണുപ്പും കൂടെ ഒക്കെ ആയതുകൊണ്ട് വെള്ളം ചൂടാക്കി തന്നെ കുളിപ്പിക്കണം. അല്ലെങ്കിൽ അവന് ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വരുന്ന കൂടുതലുള്ള ആളാണ് അവൻ. അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി അവനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എണ്ണയൊക്കെ തേച്ച് വിട്ടിട്ടുണ്ട്. ചില ദിവസം ദേഹത്തും കൂടെ മേലും ഫുള്ളായിട്ട് എണ്ണയൊക്കെ തേച്ച് വിടാറുണ്ട്. പിന്നെ എൻ്റെ അവൻ്റെ സ്നാക്ക് ബോക്സും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അവനെ കുളിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താമോ എന്തോ അവനെ ഞാൻ തന്നെയാണ് കേട്ടോ എന്നും കുളിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കുളിക്കാമെന്നും പറഞ്ഞിട്ട് ഓടും. എല്ലാം കുളിച്ച് റെഡിയായൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കുട്ടൻ. ഇനി അവൻ്റെ തുണി തേക്കണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്കിത് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ജോലിയുടെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എന്നെക്കൂടെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മോൻ്റെ എന്താ പറയുക, ഡയറിയിൽ നോക്കിയിട്ട് ഇന്ന് ഏതൊക്കെ ബുക്സാണ് വേണ്ടതൊക്കെ നോക്കിയിട്ട് നമുക്കതൊക്കെ എടുത്ത് അടുക്കി വെക്കണം. എല്ലാ കാര്യങ്ങളും അവ ഒന്നും തനിയെ ചെയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവും, ചിലപ്പോൾ മുറ്റം തൂക്കാൻ പോവും, ചിലപ്പം വേറെ എന്തെങ്കിലും തുണി കഴുകാൻ പോവും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ലെങ്കിൽ മീൻകാരൊക്കെ വരും, മീൻ വാങ്ങിച്ച് വെക്കണ്ടേ, കറി വെക്കാനായിട്ടുള്ള മീൻ വാങ്ങിച്ച് വെക്കണം, അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നമ്മളിതെല്ലാ ജോലിയും ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. 9 മണിക്ക് മുന്നേ ഈ കണ്ട ജോലിയെല്ലാം നമുക്ക് തീർക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ പോയിട്ട് വേണം എനിക്ക് പിന്നെ കറി വെക്കാനും ചോറ് വെക്കാനും ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് തുണി കഴുകാത്ത ദിവസങ്ങൾ, രാവിലെ തുണി കഴുകാത്ത ദിവസങ്ങളിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ കഴുകാറുണ്ട് കേട്ടോ. എൻ്റെ കുട്ടനെ ഞാൻ ഒരുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പൗഡറൊക്കെ വാരി പൊത്തി നല്ല രീതിയിൽ അയൺ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ അയൺ ചെയ്ത് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സില്ലേ, പ്രത്യേകിച്ച് ആ നിക്കർ ഇട്ട് കൊടുക്കുന്നില്ലേ, അതാണെങ്കിൽ നമ്മൾ പോകുന്നതിനുള്ളിൽ അവൻ എന്തായാലും അവിടെ എവിടെയും ചാടി കുത്തി മറിഞ്ഞ് നമ്മൾ അയൺ ചെയ്ത് കോലമേ ആയിരിക്കത്തില്ല ആ ഡ്രസ്സ് നമ്മൾ പോകാൻ നേരത്ത്. എന്നാലും എൻ്റെ കുട്ടനെ മാക്സിമം ഞാൻ നല്ല രീതിയിലൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടൻ്റെ യൂണിഫോം. അവനിനി പോയിട്ട് വേണം എനിക്ക് അടുത്ത എൻ്റെ ജോലികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഉച്ചക്കലത്തേക്കും രാത്രിയിലത്തേക്കൊക്കെ ഉള്ളത് ആക്കാനും, പിന്നെ വീട് തൂപ്പ് തുടപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കുറച്ചുകൂടെ കഴുകാനൊക്കെ ഉണ്ട്. രാവിലത്തേക്ക് പാത്രങ്ങൾ കഴുകാൻ കാണും. അങ്ങനെ കുറേ ജോലികളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ അമ്മമാർ ഇതുപോലെ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ആയപ്പോഴാണ് അമ്മമാരോടൊക്കെ കുറച്ച് കൂടുതൽ സ്നേഹവും ബഹുമാനമൊക്കെ തോന്നുന്നത്. അത് ഞാനിപ്പോൾ എൻ്റെ അമ്മയോട് കാണിക്കാറുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും. എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അവനെ വിടണം കേട്ടോ. ഞാൻ അവനെ വിടാനായിട്ട് ഇറങ്ങിയെങ്കിലും എന്നെക്കാട്ടിൽ മുന്നേ പോയി നിൽക്കുന്ന നിപ്പുണ്ടോ ഗേറ്റിൻ്റെ അടുത്ത്. ഇറങ്ങി പോകുമൊന്നുമില്ല കേട്ടോ. പണ്ട് കുഞ്ഞിലെ ഇറങ്ങി പോകാനൊക്കെ നോക്കിയിട്ടുള്ള ആളാണത്.